ಮಲಯಾಳಂ ಸಾಹಿತ್ಯ ಅದರ ಶ್ರೀಮಂತಿಕೆ ಮತ್ತು ಅದರ ವೈವಿಧ್ಯತೆಗೆ ಹೆಸರುವಾಸಿಯಾದದ್ದು. ಇದರ ಜೊತೆಗೆ ಕೇರಳದ ಪರಂಪರೆ ಮತ್ತು ಅದರ ಗುರುತಿನ ಅವಿಭಾಜ್ಯವಾದಂತಹ ಅಂಗ. ದ್ರಾವಿಡ ಭಾಷೆಯಲ್ಲಿ ಒಂದು ಸುಂದರವಾದಂತಹ ಭಾಷೆ ಮಲಯಾಳಂ. ಅದರ ಮಾತು, ಸಾಹಿತ್ಯ, ಭಾಷಾ ವೈಶಿಷ್ಟ್ಯ ಮತ್ತು ಅದರ ಸಾಂಸ್ಕೃತಿಕ ಮಹತ್ವ, ಸುಂದರವಾದಂತಹ ಮನೋಹರವಾದಂತಹ ಕಲೆಗಳು, ಆ ನಾಡು ಹೇಳ್ತಾ ಇದ್ರೆ ಬಹಳ ಖುಷಿಯಾಗತ್ತೆ. ಮಲಯಾಳಂ ಮಾತು, ಮಲಯಾಳಂ ಚಿತ್ರಗಳು, ಮಲಯಾಳಂ ಕಥೆಗಳು, ಮಲಯಾಳಂ ಭಾಷೆಗಳು, ಕಥಕ್ಕಳಿ, ಹೀಗೆ ಹೇಳ್ತಾ ಹೋಗ್ತಿದ್ರೆ ಬಹಳ ಸುಂದರವಾದಂತಹ ನಾಡು, ಸುಂದರವಾದಂತಹ ಭಾಷೆ. ಈಗ 4ನೇ ಗೋಷ್ಠಿ, ರೀಸೆಂಟ್ ಟ್ರೆಂಡ್ಸ್ ಇನ್ ಶಾರ್ಟ್ ಸ್ಟೋರೀಸ್. ಮಲಯಾಳಂನಲ್ಲಿ ಹೇಳೋದಾದರೆ ಚೆರು ಕಥೆಗಳಿಲ್ ಪುದಿಯ ಪ್ರವೃತ್ತಿಗಳು. ಸರಿ ಹೇಳಿದ್ದೀನಿ ಅಂತ ಅಂದ್ಕೊಳ್ತೀನಿ. ಇದರಲ್ಲಿ ಭಾಗವಹಿಸಲಿದ್ದಾರೆ, ಅವರನ್ನು ವೇದಿಕೆಗೆ ಬರ್ಮಾಡ್ಕೊಳ್ಳೋಣ. So as we move on to the 4th session, the recent trends in short stories, we would like to invite Mr. Santosh Echikannam, Mr. E. Santosh Kumar and Mr. Kunnikannan Vanimel. This is for the information. Mr. Kunnikannan Vanimel will be the moderator for the session. ಶ್ರೀಯುತ ಕುನ್ನಿಕಣ್ಣನ್ ವಾನಿಮೇಲ್, ಇ. ಸಂತೋಷ್ ಕುಮಾರ್, ಸಂತೋಷ್ ಎಚಿಕನ್ನಂ, ಎಲ್ಲರಿಗೂ ಈ ವೇದಿಕೆಯ ಪರವಾಗಿ ಪ್ರೀತಿಯ ಸ್ವಾಗತವನ್ನು ಬಯಸ್ತಾ ಇದ್ದೀವಿ. ಓವರ್ ಟು ಯು ಸರ್. Hearty welcome to all of you. Over to you, sir. പ്രിയപ്പെട്ടവരെ, മലയാള ചെറുകഥയിലെ പുതിയ പ്രവണതകൾ. മലയാള കഥയെക്കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴേ പ്രസിദ്ധീകൃതമായ കഥയുടെ ഒരു ചരിത്രത്തിൽ നിന്ന് നമുക്ക് ആലോചന തുടങ്ങാം. ദ്വാരകയിൽ നിന്ന്, ദ്വാരക എന്ന കഥ മലയാളത്തിൽ ഉണ്ടാക്കിയ ഒരു പ്രവണതയിൽ നിന്നാണ് അക്കാദമിക് രീതിയിൽ നമ്മുടെ മലയാള ചെറുകഥാ ചരിത്രം അതിൻ്റെ സജീവമായ ചർച്ചയിലേക്ക് വരുന്നത്. കേവലം ഭാവനാപരമായ ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കഥ പറഞ്ഞു തുടങ്ങിയ മലയാള കഥ പിൽക്കാലത്തെ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളിലേക്കും തുടർന്ന് വ്യക്തി അനുഭവങ്ങളിലേക്കൊക്കെ പ്രവേശിച്ചു. ഈ വ്യക്തിയാനുഭവങ്ങളിൽ നിന്ന് കഥ വീണ്ടും മുന്നോട്ട് വരികയും കഥ ദേശീയ തലത്തിൽ നിന്നും സാർവദേശീയ തലത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. ഈ ഒരു പ്രയോഗം കവിതയെക്കുറിച്ചിട്ട് എലിയറ്റ് സൂചിപ്പിച്ച ഒരു പ്രയോഗമാണ്. വ്യക്തിസങ്കല്പത്തിൽ നിന്ന് കുതറിമാറി അല്ല രക്ഷപ്പെട്ട് കവിത ദേശീയ പാരമ്പര്യത്തിലേക്ക് പ്രവേശിച്ചു എന്ന്. ഇത് കഥയെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിൽ ശരിയാണ്. ഇന്ന് മലയാള കഥ എത്തി നിൽക്കുന്നത് ഒരു സാർവദേശീയ തലത്തിലാണ്. വ്യക്തിയാനുഭവത്തേക്കാൾ കവിഞ്ഞ് ലോകത്തിലെ ഏത് ഭാഷയിലെയും ഏത് ജനതയുടെയും ജീവിതത്തെ തൊട്ടുകൊണ്ട് വർത്തമാനകാല ജീവിതം നേരിടുന്ന വിഷയത്തെ ആവിഷ്കരിക്കാനാണ് പുതിയ കഥാകൃത്തുകളെ ശ്രമിക്കുന്നത്. ഇതിനൊരു നേരിയ ചലനമുണ്ടാക്കിയ കഥകൾ എന്ന് പറയുന്നത് മേതിലിൻ്റെ കഥകളും NS മാധവൻ്റെ കഥകളുമാണ്. അതിനുശേഷം വന്നിരിക്കുന്ന എഴുത്തുകാരെല്ലാം തന്നെ ഈ ഒരു സങ്കല്പത്തെ ഏറിയോ കുറഞ്ഞോ പ്രതിഫലിച്ചെങ്കിൽ ഏറ്റവും പുതിയ ഒരു കഥയിൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ ചർച്ചയ്ക്കുള്ള സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ മിസാറു എന്ന കഥയിൽ എത്തി നിൽക്കുമ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം വളരെ വ്യക്തമായി നമുക്ക് മുന്നിലുണ്ട്. വ്യക്തി അനുഭവത്തിൽ നിന്ന് മാറി ജാപ്പനീസ് കുരങ്ങന്മാരിലേക്കും അതിലൂടെ തിന്മയെ സംബന്ധിച്ചുള്ള വലിയ ഒരു ചോദ്യാവലി വായനക്കാരന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് കഥ. ഈ ഒരു മാറ്റത്തോടൊപ്പം തന്നെ ഒരു രാഷ്ട്രീയപരമായ സൂക്ഷ്മ നിരീക്ഷണത്തിലേക്കും മലയാള കഥ മാറിയിട്ടുണ്ട്. നേരത്തെയും രാഷ്ട്രീയപരമായ കഥകൾ മലയാളത്തിലുണ്ട്. M. സുകുമാരൻ്റെയും പട്ടത്തുവിളയുടെ ഒക്കെ കഥകൾ നമുക്ക് മുന്നിലുണ്ട്, നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ചയെന്നോണം പുതിയ കാലത്തും കഥ സൂക്ഷ്മമായിട്ട് രാഷ്ട്രീയ വിശകലനങ്ങളിലേക്ക് മുന്നേറിയിട്ടുണ്ട്.
മറുഭാഗം നമ്മുടെ ജീവിതവുമായി വളരെ തൊട്ടു നിൽക്കുന്ന ഒരു ഇന്ത്യൻ സാമൂഹ്യ ജീവിതവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ജാതി മത വർഗീയപരമായുള്ള ചിന്താഗതികളെ ആവിഷ്കരിക്കുന്ന തരത്തിലുള്ള കഥകളാണ്. ഇങ്ങനെ 3 തരത്തിലുള്ള പ്രവണതയാണ് മലയാളത്തിലെ പുതിയ കഥയുടെ മുഖത്ത് നമ്മൾ കാണുന്നത്. പുതിയ കഥയുടെ മുഖത്തെഴുത്ത് എന്ന് പറയുന്നത് സാധാരണ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ 3 പ്രവണതയാണ് മുന്നിലുള്ളത്. രാഷ്ട്രീയപരമായ സൂക്ഷ്മ വിശകലനത്തിന് വിധേയമാക്കുന്ന ഒരു രചനാ സമ്പ്രദായ ആവിഷ്കാര സൗന്ദര്യ സങ്കല്പപരമായ ഒരു കഥയുടെ ഒരു വഴി. മറുഭാഗത്ത് സാർവദേശീയപരമായ വിഷയങ്ങളിലേക്ക് കഥയുടെ സൗന്ദര്യശാസ്ത്രത്തെയും ആവിഷ്കരിച്ചു കൊണ്ടുപോകുന്ന ഒരു രീതി. മറുഭാഗത്ത് ജാതീയപരമായ വർഗീയപരമായ മതപരമായ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവണത. ഈ 3 പ്രവണതയെയും മലയാള കഥയെ സജീവമായി എഴുതിക്കൊണ്ടിരിക്കുന്ന 2 കഥാകൃത്തുകളാണ് ഇന്ന് ഈ ചർച്ചയിൽ നമ്മുടെ ഒപ്പം. ഈ സന്തോഷ് കുമാറാകട്ടെ, അദ്ദേഹം ചെറുകഥാകൃത്ത് മാത്രമല്ല, നോവലിസ്റ്റാണ്. നേരത്തെ ചർച്ച ചെയ്യപ്പെട്ട അന്ധകാരൻ നഴി, ജ്ഞാനഭാരം പോലുള്ള നോവൽ എഴുതിയിട്ട് നോവലിൻ്റെതായ മേഖലയിൽ അദ്ദേഹം നിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പ്രവണത. അതോടൊപ്പം തന്നെ മലയാള കഥയിൽ അദ്ദേഹത്തെ അക്കാദമിക് തലത്തിൽ വിശേഷിപ്പിക്കുന്നത് ഉത്തരാധുനികാനന്തര കാലത്തെ കഥാകൃത്ത് എന്നാണ് സന്തോഷ് കുമാറിനെ അക്കാദമിക് തലത്തിൽ വിശേഷിക്കപ്പെട്ടത്. എത്രമാത്രം അർത്ഥ സമ്പുഷ്ടമാണ് ആ പ്രയോഗം എന്ന് എനിക്കറിയില്ല. നമ്മുടെ അക്കാദമിക് ചരിത്രത്തിന്റെ പല ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ കഥകളെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്, ഉത്തരാധുനികാനന്ദ കഥാകൃത്ത്. മറ്റൊന്ന് സന്തോഷ് എച്ചിക്കാനാണ്. അദ്ദേഹത്തിന്റെ ബിരിയാണി, പന്തിഭോജനം, കുമാല, അടുത്ത ആഴ്ച മാതൃഭൂമി ആഴ്ചപ്പതിൽ പ്രസിദ്ധീകരിച്ച മിസാറ് പോലുള്ള കഥകൾ. അപ്പം ഈ 2 കഥാകൃത്തുകളും നേരത്തെ നാം സൂചിപ്പിച്ചിരിക്കുന്ന ഈ 3 പ്രവണതയെയും അവരുടേതായ രീതിയിൽ വിശകലനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് തൻ്റെ കഥകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സന്തോഷ് എച്ചിക്കാനൻ കഥാകൃത്ത് മാത്രമല്ല, തിരക്കഥാകൃത്താണ്. വളരെ സജീവമായി സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ കഥ ജീവിതം തന്നെ എന്ന അർത്ഥത്തിൽ അദ്ദേഹം കഥയെ പല മേഖലകളിലൂടെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സന്തോഷ് എച്ചിക്കാനും ഈ തൻ്റെ കഥകളെ വെച്ചുകൊണ്ട് ഈ 3 പ്രവണതയെ സംബന്ധിച്ച് നമ്മളോട് സംസാരിക്കും. സന്തോഷ് എച്ചിക്കാനത്തെ ഞാൻ സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കഥ എഴുതുന്നത് ഞാൻ ജീവിച്ചിരിക്കുന്ന എൻ്റെ കാലഘട്ടത്തെ അടയാളപ്പെടുത്താനാണ്. അപ്പോൾ അത് സർവദേശീയമായ ഒരു കഥയാണോ, രാഷ്ട്രീയ തലത്തിലുള്ളൊരു കഥയാണോ എന്നൊന്നും ഞാൻ ആലോചിക്കാറില്ല. മാത്രമല്ല, എൻ്റെ കഥ പലപ്പോഴും കാലത്തെ മറികടക്കുന്ന ഒരു കഥയായിരിക്കണം, കാലത്തെ മറികടക്കുന്നതായിരിക്കണം രചന എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ കാലത്തെ മറികടക്കുമായിരിക്കും. പക്ഷെ ബഷീറൊക്കെ ഒരു കാലഘട്ടത്തിൽ എഴുതിയിരുന്നത് ബഷീറിൻ്റെ ആ കാലഘട്ടത്തിലെ അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബഷീറിൻ്റെ കഥ അദ്ദേഹം അനുഭവിച്ച ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മളും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയൊരു തുടർച്ചയാണ്. അപ്പോൾ നമ്മളത് കാലത്തെ കവച്ചു വെക്കുന്ന ഒരു കഥ എഴുതേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ആ കഥ ജീവിതത്തോട് നീതി പുലർത്തുന്നുണ്ടെങ്കിൽ, സത്യസന്ധത പുലർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാലത്തെ മറികടക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ പറയുന്ന നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന മതനിരപേക്ഷതയ്ക്ക് അപ്പുറത്തുള്ള വളരെ ഭീഷണി ഉയർത്തുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ സാധാരണ ഒരു എഴുത്തുകാരൻ പാലിക്കേണ്ട ജാഗ്രതയ്ക്ക് അപ്പുറത്തുള്ള ഒരു ജാഗ്രത എഴുത്തുകാരൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞു പട്ടത്തുള്ളിയുടെ കഥകളെക്കുറിച്ച് പറഞ്ഞു,
അതുപോലെ തന്നെ എം സുമാരൻ്റെ കഥകളെക്കുറിച്ച് പറഞ്ഞു. ആ സമയത്ത് ആവശ്യപ്പെട്ട ആ സമൂഹം ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ തലം തന്നെയാണ് അവരവരുടെ കഥകളിലേക്ക് കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന, അതായത് ഒരു 10-14 അല്ല 10 കൊല്ലത്തിനപ്പുറത്ത് ഉണ്ടായിരുന്ന ഒരു ഇന്ത്യയല്ല ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യ. അതുകൊണ്ട് തന്നെ ആ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ മതപരമായിട്ടും അതുപോലെ തന്നെ ജാതീയപരമായിട്ടും ഒക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിതീവ്രമായ ആത്മസംഘർഷങ്ങളുടെ പ്രതിഫലനം തന്നെയാണ് പലപ്പോഴും എൻ്റെ കഥയിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്ന പോലെയുള്ള ഇപ്പോൾ ഏറ്റവും അവസാനം എഴുതിയ മിസാറ് പോലുള്ള ഒരു കഥ എഴുതാൻ വേണ്ടി ഞാൻ പ്രേരിതനാകുന്നത്. അതിൽ കൃത്യമായിട്ടും അതിനകത്ത് പലപ്പോഴും എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അതിൽ ജയ് ശ്രീറാം എന്ന് പറയുന്ന ഒരു രണ്ടുപേര് കണ്ടുമുട്ടുന്ന സമയത്ത് അതിൽ കഥ വായിച്ചാൽ മനസ്സിലാവും, ജയ് ശ്രീറാം നിങ്ങൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു അത് കൃത്യമായിട്ട് അത്തരത്തിലുള്ള അത് കുറച്ചും കൂടി ലൗഡല്ലേ ആ കഥയിൽ, അത് വളരെ ലൗഡായിട്ട് വരുന്നൊരു സംഭവം അല്ലേ എന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു അത് ലൗഡായിട്ട് വരണം, ഈ സമയത്ത് അത് പറഞ്ഞേ തീരൂ. ഈ പറയുന്ന പോലെ ഈ NS മാധവൻ തിരുത്തും ഉണ്ടായിട്ടുണ്ട്. രാമൻ എന്ന് പറഞ്ഞൊരു കഥ ആ കാലഘട്ടത്തിൽ എഴുതിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ പ്രഭാകരൻ എഴുതിയ കഥ. രാമൻ എന്ന് പറഞ്ഞൊരു കഥ ആ കാലഘട്ടത്തിൽ എഴുതിയിട്ടുണ്ട്. രാമൻ ഒരു നല്ല കഥയല്ല, തിരുത്ത് വളരെ ശക്തമായിട്ടൊരു കഥയാണ്. ആ ഒരു സമയത്ത് ബാബറി മസ്ജിദ് പ്രശ്നത്തിന്റെ സമയത്ത് കൃത്യമായിട്ടും അതിന്റെ രാഷ്ട്രീയത്തെ അടയാളപ്പെടുത്തിയ ഒരു കഥയാണ് യഥാർത്ഥത്തിൽ ഈ തിരുത്ത് എന്ന് പറഞ്ഞ കഥ. ആ തിരുത്ത് എഴുതുന്ന സമയത്ത് തന്നെ രാമൻ എന്ന് പറഞ്ഞൊരു കഥ എഴുതിയിട്ടുണ്ട്. ആ രാമൻ എന്ന കഥ നല്ലൊരു കഥയല്ല, പക്ഷെ എങ്കിലും ആ സമയത്ത് പറയേണ്ട കാര്യങ്ങളാണ്. ആ സമയത്ത് പറയേണ്ട കാര്യങ്ങൾ ആ സമയത്ത് തന്നെ പറഞ്ഞിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കഥകളിൽ ഈ പറയുന്ന പോലെ ഈ പറയുന്ന കൃത്യമായിട്ടും കുറച്ച് ലൗഡായെങ്കിൽ തന്നെയും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഞാൻ ശക്തമായിട്ട് കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ്. സന്തോഷിൻ്റെ ബിരിയാണി എന്ന കഥ മലയാളത്തിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. ഈ കഥ വിവാദത്തിന് ഇടയാക്കിയ ഒരു സാഹചര്യം എച്ചിക്കാനം പറഞ്ഞ ഈ വർഗീയ സ്വഭാവമാണെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ പട്ടിണി അതിൽ വലിയൊരു പ്രശ്നമാണ്. കോവിലിൻ്റെ കഥ ഏറ്റവും ശ്രദ്ധേയമായി മാറുന്നത് പട്ടിണി ജീവിതത്തെ എത്രമാത്രം ആഴത്തിൽ സ്പർശിക്കുന്നു എന്ന് മലയാള കഥയിൽ ഏറ്റവും വ്യക്തമായിട്ട് അടയാളപ്പെടുത്തിയ ഒരു എഴുത്തുകാരനാണ് കോവിലൻ. ഈ ഒരു കഥയുമായിട്ട്, കോവിലിൻ്റെ ഈ ഒരു ശൈലിയുമായിട്ട് ചേർത്ത് വെക്കാവുന്ന ഒരു കഥ കൂടിയാണ് ബിരിയാണിയെ സംബന്ധിച്ച്. അല്ല, ബിരിയാണി ഞാൻ എഴുതിയത് എന്നോട് ചോദിച്ചപ്പോൾ കേരളത്തിൽ പട്ടിണി ഇനിയും ഈ കാലഘട്ടത്തിലും കേരളത്തിൽ പട്ടിണി ഉണ്ടോ, കേരളം പോലുള്ള ഒരു രാജ്യത്ത് പട്ടിണി ഉണ്ടോ എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ പട്ടിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെടുന്ന പട്ടിണിയാണ്. ഒരു കാലഘട്ടത്തിൽ ഇവിടുന്ന് ഈ ആസാം പണിക്കാരൊക്കെ എഴുതുന്ന സമയത്ത് ഇവിടുന്ന് പട്ടിണി അങ്ങോട്ട് പോയതാണ്, ആസാമിലേക്കാണ് പട്ടിണിക്കാരൊക്കെ ആസാമിലേക്ക് പോയതാണ്. പിന്നെ കുറേ പട്ടിണി വന്നപ്പോൾ നമ്മൾ ദുബായിലേക്കും അങ്ങനെ ഇപ്പോൾ പട്ടിണി അല്ലെങ്കിലും ഇപ്പോൾ നമ്മൾ മറ്റേ യൂറോപ്യൻ കൺട്രികളിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു മണി ഓർഡർ സൊസൈറ്റിയാണ് കേരളം എന്ന് പറയുന്ന ഒരു മണി ഓർഡർ സൊസൈറ്റിയാണെന്ന് MM വിജയ മാഷ് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. മണി ഓർഡർ വാങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവൂ. അപ്പോൾ പുറത്തുനിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ മാത്രമേ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് പണ്ടേ ഇവിടുന്ന് പലായനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു തലമുറയാണ്, ലോകം മുഴുവൻ പലായനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹമാണ് കേരളത്തിൻ്റെ സമൂഹം. അപ്പോൾ ഇപ്പോൾ കേരളത്തിലെ പട്ടിണി എന്ന് പറയുന്നത് പുറത്തു നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യപ്പെടുന്ന പട്ടിണിയാണ്. അപ്പോൾ അത് ബംഗാളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ബംഗാളിലൊക്കെ ഞാനിപ്പോൾ അടുത്ത കാലത്ത് ബംഗാളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ യാത്ര ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത്. അവിടുത്തെ ഒരു 60% ആൾക്കാർക്കും വിദ്യാഭ്യാസവും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ നമ്മൾ ചോദിക്കും സ്കൂളിൽ പോകാറുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കിൽ സ്കൂളിൽ പോകാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കപ്പോൾ തന്നെ ഇങ്ങോട്ട് കുട്ടികൾ നമ്മളെ പലപ്പോഴും അങ്ങനത്തെ ഒരു ചോദ്യത്തിന് ഒരു സാങ്കത്യമില്ല നമ്മൾ കേരളത്തിൽ. പക്ഷെ അതേസമയത്ത് തന്നെ ബംഗാളിൽ പോയപ്പോഴാണ് മനസ്സിലാവുന്നത്, സന്തോഷൊക്കെ ബംഗാളിൽ കുറേ കാലം താമസിച്ചാണ്. അപ്പോൾ ഞാൻ ഈ അതിർത്തി ഗ്രാമങ്ങളിലൂടെ കുറേ യാത്ര ചെയ്തിട്ടുണ്ട്, ഒരു 10-15 ദിവസം യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു 60% കുട്ടികളും പഠിക്കുന്നില്ല. പിന്നെ മാത്രമല്ല ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ അപ്പോൾ 3 കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചു, നിങ്ങൾ സ്കൂളിൽ പോകാറുണ്ടോ എന്ന് ചോദിച്ചു. സ്കൂളിൽ പോകാറുണ്ട്. അപ്പോൾ ഒരുത്തൻ ഒരു ദിവസം സ്കൂളിൽ പോകും, അവൻ്റെ യൂണിഫോം ഇട്ടിട്ട് അടുത്ത ദിവസം മറ്റവന് സ്കൂളിൽ പോകും.
അതേ യൂണിഫോം ഇട്ടിട്ട് ഏറ്റവും ഇളയവൻ ഒരു ദിവസം. അപ്പോൾ ഒരു യൂണിഫോം മാത്രമേ ഉള്ളൂ വീട്ടിൽ. ആ യൂണിഫോം അലക്കിയിട്ട് 3 ചേട്ടനിയന്മാർ അത് ധരിച്ചുകൊണ്ടാണ്, അത് ഇട്ടുകൊണ്ടാണ് സ്കൂളിൽ പോകുന്നത്. അപ്പം ഇത്രമാത്രം ദാരിദ്ര്യത്തെ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് എത്രയോ വലിയ ദാരിദ്ര്യം ബംഗാളിൽ അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പം ഞാൻ വേറൊരു സ്ഥലത്ത് പോയപ്പോൾ ബംഗാളിൽ നിന്ന്, അപ്പോൾ ഒരു സ്ഥലത്ത് ഇഷ്ടിക മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മറ്റേ ഇത് മണ്ണിഷ്ടിക മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ പോയിട്ട് അവരോട് ചോദിച്ചു. അപ്പം ഞാനൊരു ഡോർമെറ്ററി പോലത്തെ ഒരു സ്ഥലത്താണ് കിടന്നുറങ്ങിയത്, ഒരു പള്ളിയുടെ സൈഡിൽ. അപ്പോൾ അവിടെ പോയി അവരോട് അറിയാവുന്ന ഹിന്ദിയൊന്നും അറിയില്ല എനിക്ക്, എങ്കിലും ഞാൻ എങ്ങനെയല്ലോ കൂടി ഒപ്പിച്ച് അവരോട് ചോദിച്ചു ഇത് എന്താണ് പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ഇത് ഇഷ്ടിക മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ബീഹാറിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ബംഗാളികളെയാണ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത്. ബംഗാളികൾ ആരിറക്കുമതി ചെയ്യുന്നു? ബീഹാറികൾ ഇറക്കുമതി ചെയ്യുന്നു. അപ്പോൾ ബീഹാറികളുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ഇത്രമാത്രം ഭീകരമായിട്ടുള്ള പട്ടിണി ഇന്ത്യയിൽ ആകമാനം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ ഈ ഇന്ത്യയുടെ പല ഭാഗത്തും പല സ്ഥലങ്ങളിലും പോയിട്ട് ഗ്രാമങ്ങളിൽ കറങ്ങി വന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അതിഭീകരമായ പട്ടിണി എല്ലാം ഉണ്ട്. അതായത് വളരെ സമ്പുഷ്ടമായിട്ടുള്ള ഒരു പിന്നെ പുഴയും അതുപോലെ തന്നെ പിന്നെ ഏറ്റവും ഫലഭൂയിഷ്ടമായ മണ്ണും ഒക്കെയുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഇതിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ കർഷകന്മാർ മുഴുവൻ അതിദാരിദ്ര്യത്തിലാണ്. അവർ ഭയങ്കരമായിട്ട് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സമ്പത്ത് മുഴുവൻ അവിടെയുള്ള സർപഞ്ചും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പങ്കിട്ടെടുക്കുകയാണ്. ഇതിന് ചോദ്യം ചെയ്യാൻ ഒരാളില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു വെച്ചാൽ അവർക്ക് പരാതിയില്ല എന്നുള്ളതാണ്. പരാതി പറയാൻ അവർക്ക് അറിയില്ല. പരാതി പറയാൻ അറിയാത്ത ഒരു സമൂഹത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്ക്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സമൂഹമാണ്, സമൂഹത്തിന്റെ ഭാഗം, അതിൽ നിന്ന് ഒരു ഭാഗം അടർന്നിട്ടാണ് എവിടത്തേക്ക് വരുന്നത്? കേരളം പോലുള്ള ഒരു സ്ഥലത്തേക്ക് വരുന്നത്. അവര് ഉണ്ടാക്കുന്ന അവരുടെ ഒരു പട്ടിണി, ആ ഒരു പട്ടിണിയെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ ബിരിയാണി എന്ന് പറഞ്ഞ ഒരു കഥയിലൂടെ ആവിഷ്കരിച്ചത്. അപ്പൊ ആവിഷ്കരിച്ചപ്പോൾ അത് ഇപ്പൊ ഇവിടെ ആയതുകൊണ്ട്, ഇവിടെ കാസർഗോഡ് ആയതുകൊണ്ട് കാസർഗോഡിന്റെ പശ്ചാത്തലത്തിൽ, മുസ്ലിം പശ്ചാത്തലത്തിൽ ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതേ സമയത്ത് തന്നെ അത് തൃശ്ശൂരാണെങ്കിൽ ഒരു നായന്മാരുടെ പശ്ചാത്തലത്തിലും, അതേ സമയത്ത് ചങ്ങനാശ്ശേരി ആണെങ്കിൽ അതൊരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലും ഞാൻ പറയുമായിരുന്നു. കാരണം ഈ ഭക്ഷണത്തിന്റെ ദൂർത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമൂലമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ മുസ്ലിങ്ങളുടെ പേര് ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അനാവശ്യമായിട്ടുള്ള വിവാദം ഉണ്ടാക്കിയത്. ആ വിവാദം ഞാൻ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്. വിവാദമൊന്നും ഒരു പ്രശ്നമല്ല. എൻ്റെ കഥ വളരെ മോശമെന്ന് പറയുന്നതിൽ എല്ലാവർക്കും അധികാരമുണ്ട്. ആർക്ക് വേണമെങ്കിലും എൻ്റെ കഥ മോശം എന്ന് പറയാം. ഞാൻ നല്ലൊരു കഥാകൃത്തായിരിക്കണം എന്നൊന്നുമില്ല. എൻ്റെ കഥ മോശമായിട്ട് പറയാം. കാരണം കഥ എഴുതി കഴിഞ്ഞാൽ അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ പാഠങ്ങളും അതിൻ്റെ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കേണ്ടത് വായനക്കാരാണ്. അത് നമ്മൾ വായനക്കാർക്ക് വിട്ടുകൊടുക്കുന്ന കാര്യമാണ്. പക്ഷേ കഥയും എന്തെന്ന് പറയാം, ചിലപ്പോൾ അതിലും ഇസ്ലാമോഫോബിയ അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞോ. പക്ഷേ എഴുത്തുകാരനായ ഞാൻ ഇസ്ലാമോഫോബിയ പിടിച്ച വരുത്തലാണ്, ഞാനൊരു RSS കാരനാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ എഴുന്നേറ്റിട്ട് അതിന് ഉത്തരം പറയേണ്ടി വന്നത്. അത്ര മാത്രമേ ഉള്ളൂ. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ അത് അനാവശ്യമായ വിവാദമാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. വിവാദം വളരെ നല്ലതാണ്. നെഗറ്റീവായിട്ടുള്ള വിവാദമാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഈ സമാഹാരം ഇപ്പോൾ 25ാമത്തെ എഡീഷനിലേക്ക് പോയി. കാരണം അതുകൊണ്ട് വിവാദം വന്നുകൊണ്ട് എല്ലാ ആൾക്കാരും ഇത് വായിച്ചു എന്നുള്ളതാണ്. യാദവന്മാരടക്കം വായിച്ചു. കാരണം ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ യാദവന്മാരെയാണ് ചീത്ത പറഞ്ഞിരിക്കുന്നത്, ഗോപാൽ യാദവ് ഇങ്ങനെയുള്ള ദാരിദ്ര്യം ഉള്ളവനൊന്നും അല്ല, നീ യാദവന്മാരെ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ടിട്ടുണ്ടോ യാദവന്മാർ? ഞാൻ പറഞ്ഞു ഞാൻ കണ്ട യാദവന്മാരൊക്കെ ഈ രീതിയിലുള്ള യാദവന്മാരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യാദവന്മാരാണ് ആരാണെന്ന് അറിയോ? എഴുത്തച്ഛന്മാരാണ് യാദവന്മാർ എന്ന് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും അല്ലാതെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് ഞാൻ എഴുത്തച്ഛന്മാരെ അപ്പോൾ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞ ജാതിയുടെ സംസ്ഥാന പ്രസിഡന്റ്. അപ്പോൾ ഇയാൾ എന്നെ തെറി വിളിച്ചു, ഞാൻ ഇയാളെയും തെറി വിളിച്ചു. അപ്പോൾ അത് വലിയ പ്രശ്നമായി. ഞാൻ തെറി വിളിച്ചപ്പോൾ ഇയാൾ പോയിട്ട് അത് ഫേസ്ബുക്കിൽ കൊണ്ടുപോയിട്ട് എഴുതി. ഫേസ്ബുക്കിൽ എഴുതിയപ്പോൾ എല്ലാ യാദവ കുലങ്ങളിലേക്കും ഇത് സർക്കുലേറ്റ് ചെയ്യപ്പെട്ടു FBയിലൂടെ. അങ്ങനെ യാദവ കുലം മുഴുവൻ ഉണർന്നെഴുന്നേറ്റ് ഇതുവരെ വായിക്കാത്ത ആൾക്കാരൊക്കെ പോയിട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് മേടിച്ച് വായിച്ച്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഈ യാദവനാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ സംസ്ഥാന പ്രസിഡന്റിന് അതിഭീകരമായ തെറി പറഞ്ഞു. അപ്പോൾ യാദവന്മാരിൽ തന്നെ 2 വിഭാഗമുണ്ട്, ഇതിനകത്ത് തന്നെ 2 വിഭാഗമുണ്ട്. അപ്പോൾ ആ 2 വിഭാഗം തമ്മിൽ പിന്നീട് യുദ്ധം ചെയ്യുകയും ആ കുലം എന്തായെന്ന് പിന്നെ എനിക്ക് അറിയില്ല. വിഷയം ധാരാളം ജീവിയുണ്ട് കേട്ടോ. എഴുത്തച്ഛൻ എന്ന് പറഞ്ഞൊരു ജീവിയുണ്ട് വെള്ളത്തിലെ. കഥയെ സംബന്ധിച്ച വിഷയങ്ങൾ നിരവധിയാണ്. ആ വിഷയങ്ങളോടൊപ്പം കഥ ഒരു കലയായിരിക്കണം എന്നുള്ള ഒരു അഭിപ്രായം കഥ വായിക്കുന്ന ആളുകളിൽ പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. അപ്പോൾ ചാവുകളി എന്ന കഥ മുതൽ
ഈ ഒരു അഭിപ്രായത്തെ എങ്ങനെയാണ് ഈ സന്തോഷ് കുമാർ നിരീക്ഷിക്കുന്നത്? അതിനു മുമ്പൊരു ചെറിയ സുഭാഷും രാജശ്രീയും സോമൻ പോയത്ര മാഷൊക്കെ ചേർന്നൊരു നോവലിൻ്റെ സെഷൻ നമ്മൾ കഴിഞ്ഞു. അതിലെ പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു തുടർച്ച എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ ഒരു സെഷൻ മലയാളത്തിലെങ്കിലും നമ്മൾ 2 മാധ്യമങ്ങളും ഏതാണ്ട് ഒരുപാട് സന്തോഷമാണ് ഇതിൽ നിന്ന് മാറിയിരിക്കുന്നത്. ഇപ്പോൾ ഉടനെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ആളുകൾ ആദ്യം കഥ എഴുതി തുടങ്ങും. നമ്മുടെ ഈ വാരികളുടെയൊക്കെ ഒരു സൗകര്യമുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വല്ല മത്സരങ്ങൾ വരും. അതിൽ നിന്ന് നമ്മൾ പതുക്കെ പിച്ച വയ്ക്കും, കഥകളിലൂടെ പിച്ച വയ്ക്കുകയും വലിയ നടത്തത്തിനായിട്ട് വേണമെങ്കിൽ നോവലിലേക്ക് ശരിക്കും ശ്രമിക്കുന്ന ഒരു സമൂഹമാണ് കേരളം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അങ്ങനെയല്ല. മറ്റുള്ള പല സ്ഥലങ്ങളിലും നോവലൊക്കെ ഡെബ്യൂ നോവലുകൾക്ക് വലിയ പ്രാധാന്യമുള്ള സ്ഥലങ്ങളായിട്ട് വരിക. പിന്നെ ആരോ പറഞ്ഞിട്ട് അമേരിക്കയിലും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കഥയെ പറ്റി ചർച്ച ചെയ്യുന്നത്. ഒരു പക്ഷേ അത് ശരിയാവാൻ സാധ്യതയുണ്ട്. കഥകൾ എഴുതുന്നു നല്ലവണ്ണം. കഥകൾ എഴുതിയതിന് ശേഷം ഒന്ന് ധൈര്യമൊക്കെ വന്നതിന് ശേഷമാണ് നിങ്ങൾ പൊതുവെ നോവലിലേക്ക് പോവുക. ഇപ്പൊ കുറച്ചൊക്കെ കുട്ടികൾ മാറുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ഈ നോവലിന്റെ ചർച്ചയും കഥയുടെ അതിൻ്റെ ഒരു സമാനതകൾ അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാവും. പക്ഷേ നോവലും കഥയും തമ്മിലുള്ള ഒരു വ്യത്യാസം രണ്ടിലും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. കഥയ്ക്ക് കൂടുതലൊരു എഴുത്തിൻ്റെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള ഒരു മാധ്യമമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കഥയിലെ കാരണം ഒന്നാമത് ഒരു ചെറിയൊരു മാധ്യമമാണ് എങ്കിൽ പോലും അത് വളരെ ഇപ്പൊ കവിത ഒരു പക്ഷെ അതിനേക്കാൾ പ്രശ്നമുള്ളതായിരിക്കാം. വളരെ നല്ലൊരു കഥ എഴുതാൻ വലിയ പ്രശ്നമുണ്ട്. അത് ഈ മറ്റേ കാർലോസ് ഫിയോന്തസ് എന്ന് പറയുന്ന മെക്സിക്കൻ റൈറ്റർ പറയാറുണ്ട്. അത് കഥയിൽ ഇങ്ങനെ അത്യാസന്നമായിട്ടുള്ളൊരു എഴുത്താണ്. വളരെ എമർജൻസി ഉള്ള ഒരു എഴുത്തുണ്ട് അതിൽ. അപ്പോൾ നമ്മൾ അറബിയൻ കഥകളിലൊക്കെ വായിക്കുമ്പോൾ ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് കഥ പറയുന്ന പോലെ ഉണ്ട്. പക്ഷെ നോവലിലാകുമ്പോൾ നമുക്ക് കുറച്ചിങ്ങനെ ഒന്ന് ശ്വാസമൊക്കെ എടുക്കാം, ഇങ്ങനെ പതുക്കെ ഒന്ന്. എന്നാലും വലിയ രംഗങ്ങളിലേക്ക് പോകും. വലിയ രംഗങ്ങളിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ അതിനുവേണ്ടിയുള്ള ചില ഒരുക്കങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനൊന്ന് പതുക്കെ സമയമെടുത്തുകൊണ്ട് ചെയ്യാം. കഥയിൽ അങ്ങനെ പറ്റുന്നില്ല. കഥയിലെ ഓരോ ചുവടുവെപ്പും വളരെ ശ്രദ്ധിക്കണം. ഒരു പദം മാറുന്നതോട് കൂടിയിട്ട് അത് അങ്ങനെ ബുദ്ധിമുട്ടുകളുള്ള പ്രശ്നമാണ്. പക്ഷേ ഇപ്പൊ മിക്കവാറും ഇപ്പൊ ഈ നോവൽ ചർച്ചയിൽ അത് വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ജീവിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ തീർച്ചയായിട്ടും എഴുതപ്പെടുന്ന കഥകളിൽ അത് വരേണ്ടതാണ്. പക്ഷെ അതുമാത്രമല്ല എന്ന് തോന്നുന്നു ഈ സാഹിത്യത്തിൻ്റെ ഒരു വിഷയം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പണ്ഡിതരായിട്ടുള്ള സോഷ്യോളജിസ്റ്റുകൾ, അതുപോലെ തന്നെ വളരെ പ്രശസ്തരും വളരെ ത്യാഗനിർഭരരായിട്ടുള്ള ആക്ടിവിസ്റ്റുകളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു സമൂഹമാണ് നമ്മൾ. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യാസം എന്തോന്ന് ഈ ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു പ്രശ്നം കഥയ്ക്കോ നോവലിനൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതിനെ ചിലപ്പോൾ ഒരുപക്ഷെ എനിക്കൊരു എതിർപ്പ് നിങ്ങൾ പറയുക അങ്ങനെ ആവാം. നമ്മൾ അങ്ങനെ ഒരു വരേണ്യ മനോഭാവത്തോടു കൂടിയല്ല പറയുന്നത്. പക്ഷെ അങ്ങനെ ഇപ്പോൾ ഒരു ത്യാഗം അനുഭവിക്കാത്ത ഇന്ന് ഒരു രസം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ആളുകളുടെ കൃതികൾ ചർച്ച ചെയ്യണമെന്ന് എന്നോടൊരു സുഹൃത്ത് ഇപ്പോൾ പറഞ്ഞു രാവിലെ. അത് തെറ്റുള്ള കാര്യമല്ല, നല്ലതാണ്. പക്ഷെ വളരെ അതിക്രൂരനായിട്ടുള്ള ഒരാള്, ഒരു 10 വയസ്സ് ആർക്കും കൊടുക്കാത്ത ഒരു പിച്ചയും പിശുക്കനായിട്ടുള്ള ഒരാൾ നല്ലൊരു രചനയും കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ ദുരിതാശ്വാസ ഫണ്ടിൽ കൊടുത്തു എന്ന് ചോദിച്ചിട്ടുള്ള ഒരു അരിപ്പ നമുക്ക് വെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇതിനെ ഈ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന തന്നെയായിരിക്കും കഥയും കവിതയും ലേഖനവും ജീവിതമൊക്കെ നോവലൊക്കെ. പക്ഷെ ഇവയെ വേറെ രീതിയിലൊന്ന് മുഴക്കുന്ന അല്ലെങ്കിൽ വേറെ രീതിയിലൊരു ഭംഗിയാക്കുന്ന എന്തോ ഒരു കഴിവ് ഈ പറഞ്ഞ സാഹിത്യ രൂപങ്ങൾക്കുണ്ട് എന്ന് എനിക്ക് പറയാനായിട്ട് തോന്നുന്നു. ബഷീറിനെ പറ്റി എപ്പോഴും പറയുന്ന കാര്യമാണ്. ബഷീർ ഭയങ്കര അനുഭവങ്ങളുടെ ഒരു കുബേരനായിട്ട് എപ്പോഴും പറയും. അത് ശരിയായിരിക്കും. പക്ഷെ ബഷീറിനേക്കാൾ അനുഭവങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ആളുകളുണ്ടാവും. പക്ഷെ അവരാരും ഇതേപോലെ എഴുതുന്നില്ല. അപ്പൊ അതിന്റെ പ്രശ്നം വെച്ചാൽ ബഷീറിൽ ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ ബഷീറിന് ഉണ്ടാവുന്ന ഏതോ ഒരു പ്രതിഭയുടെ ഒരു അംശം അങ്ങനെ ഈ അദ്ദേഹത്തിന്റെ രചനകളിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് സഹായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മലയാളത്തിലാണ് ഈ നോവൽ പലപ്പോഴും ചില ദേശങ്ങളിൽ ഇങ്ങനെ നോവൽ ഒന്ന് ക്ഷീണിച്ച് നിൽക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നോവലിന് അങ്ങനെ ഒരു പ്രാധാന്യം കിട്ടാതെ, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് നോവലൊരു കുറച്ചൊരു വലിയ നോവലുകളുടെ കാലം കഴിഞ്ഞു, ബൃഹദാഖ്യാനങ്ങൾ കഴിഞ്ഞു എന്നൊക്കെ എപ്പോഴും 90കളിലൊക്കെ പറഞ്ഞിരുന്നതാണ്. അതൊക്കെ മാറി. ഇപ്പോൾ നോവൽ എഴുതാനായിട്ട് വളരെ സജീവമായിട്ടുള്ളൊരു തലമുറ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലതും മോശമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഫൈനൽ you can ask some questions, we will do that after. No. അപ്പം ഇത് at the end of the session
അപ്പോൾ മറ്റേ ഈ അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ കഥയിലെ എല്ലാ കാലത്തും ഒരു സജീവമായിട്ടുള്ള തലമുറ മലയാളത്തിൽ ഉണ്ടായിരുന്നു. എനിക്ക് പല തലമുറകളുടെ പേരൊക്കെ എപ്പോഴും ഇങ്ങനെ പറയണ കേൾക്കാറുണ്ട്. കേസരി മാഷൊക്കെ എപ്പോഴും പറയണ കേൾക്കാറുണ്ട്. അത് എല്ലാ കാലത്തും ഈ വെങ്ങേൽ കുഞ്ഞിരാമൻ നായനാർ തൊട്ടുള്ള ഈ ഗദ്യ സാഹിത്യത്തിൽ നമ്മളെല്ലാ കാലത്തും ഒരു കാലത്തും ക്ഷീണിക്കാത്ത ഒരു ഒരു മേഖലയാണ് കഥ എന്ന് തോന്നുന്നു. ഇപ്പൊ ഏറ്റവും പുതിയ ചെറുപ്പക്കാർ വളരെ ശക്തമായിട്ട് എഴുതുന്ന ചില പ്രമേയങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ അതെനിക്ക് തോന്നുന്ന ഒരു വ്യത്യാസം, ആ വ്യത്യാസം എൻ്റെ കഥയിലേക്ക് വരുന്നതിന് വ്യത്യാസം എനിക്ക് തോന്നുന്നത് പലരും അതൊരു പക്ഷെ അവരുടെ ഒരു ഗുണം കൂടിയായിരിക്കും. ഒരു ദൃശ്യസമ്പന്നമായിട്ടുള്ള ഒരു കാലത്താണ് അവർ ജനിച്ചിട്ടുള്ളത്. നമ്മളെ പോലെ നമ്മുടെയൊക്കെ തുടക്കത്തിൽ നമ്മളൊരു ഡിഗ്രി സമയത്താണ് ടെലിവിഷനൊക്കെ ആയിട്ട് തന്നെ ബന്ധപ്പെടുന്നത്. ഇത് നേരെ പ്രസവിച്ചു വീഴുന്നത് ദൃശ്യങ്ങളിലേക്ക് ആയതുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് തിരക്കഥ എഴുതുന്ന പോലെ കഥകൾ എഴുതാനായിട്ട് സാധിക്കുന്നുണ്ട്. തന്നെയല്ല, ഇത് പതുക്കെ തിരക്കഥയിലേക്ക് പോകാനുള്ള ശ്രമങ്ങളുണ്ട് ഈ കഥയ്ക്ക്. പ്രത്യേകിച്ച് കഥ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന സിനിമയായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെയാണ് ഈ കഥയെ പറ്റി എനിക്ക് പൊതുവെ പറയാനുള്ളത്. ഈ ചാവുകളി എന്നുള്ള ഒരു കഥ എന്ന് പറയുന്നത് അതെന്താണ് കുഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷമാണോ? അല്ല, ആ കഥ മുതൽ ഈ ഒരു വിഷയം കേന്ദ്രീകരിച്ച് സംസാരിക്കുന്നത്. അത് ഈ കഥകൾ ചിലതുണ്ടാവുന്ന വളരെ അത്ഭുതകരമായിട്ടുള്ള. ഞാൻ ഈ ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ തൃശ്ശൂര് ജോലി ചെയ്തിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ വണ്ടികളൊക്കെ ഇനി തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ അപകടത്തിൽപ്പെട്ട വണ്ടികളുണ്ടാവും, വാഹനങ്ങളൊക്കെ. അത് കണ്ടാൽ നമുക്ക് പേടിയും. അതേപോലത്തെ വാഹനങ്ങളൊക്കെ എടുക്കുന്ന കുറെ ആളുകൾ, ഈ മോശപ്പെട്ട വാഹനങ്ങൾ എടുത്ത് വിൽക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവര് നമ്മൾ അന്വേഷിച്ചു വരും, പോലീസുകാരെ അന്വേഷിച്ചു വരും. കള്ളന്മാരാണെന്നാണ് പോലീസുകാരുടെ ധാരണ. ഇത് എടുക്കുന്നത് മുഴുവൻ കള്ളന്മാർ, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഒരു ഇരുണ്ട ലോകമാണത്. അപ്പൊ ഒരു ചങ്ങാതി ഇങ്ങനെ വന്ന് ഈ വണ്ടി എടുക്കുന്നതിനെ പറ്റി സംസാരിക്കുകയും അയാള് വളരെ ആവേശത്തോട് വളരെ ശക്തമായിട്ട് ഒരു ധൈര്യത്തോട് കൂടിയിട്ട് എല്ലാം പറയണം. അയാൾക്ക് ഒരു സംശയമില്ലാത്തൊരു മനുഷ്യൻ, ജീവിതത്തെ പറ്റി ഒരു സംശയമില്ലാത്തൊരു മനുഷ്യൻ. അയാളുടെ പേര് ഷാജി എന്നായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു അയാളെ എങ്ങനെ ബന്ധപ്പെടാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഒരു പ്രശ്നമില്ല, തൃശ്ശൂർ മാർക്കറ്റിൽ വന്നാൽ മതി. അപ്പോൾ ഷാജി എന്ന് പറഞ്ഞാൽ മതി. ഷാജി തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള എല്ലാ ആളുകളും അറിയാം. ആൾക്ക് അദ്ദേഹത്തെ പറ്റി ഒരു സംശയവും സന്ദേഹവും ഇല്ലാത്ത ആ ഒരു ടോണിലാണ് ആ കഥ പറയാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ചാവുകളി അങ്ങനെ അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അങ്ങനെ എഴുതാൻ വേണ്ടി ഉദ്ദേശിച്ചതായിരിക്കില്ല. അപ്പൊ അങ്ങനെ എഴുതി വരുമ്പോൾ ചിലപ്പോൾ അന്നത്തെ കാര്യങ്ങളും ഒക്കെ ഇപ്പൊ സന്തോഷ് പറഞ്ഞ പോലെ തന്നെ ഒരു വിഷയം അവതരിപ്പിക്കുന്നു, അത് വിചാരിച്ചിട്ടാവില്ല നമ്മൾ എഴുതുന്നത്. പക്ഷെ അത് എഴുതി വരുമ്പോൾ ചിലപ്പോൾ അന്നത്തെ സാഹചര്യം ഉണ്ടാവും. സന്തോഷം ഒരു കഥ എടുത്തുകൊണ്ട് ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ കഥ പറയാൻ എനിക്ക് കുറച്ചൊക്കെ ഒത്തിരി ഒരു ജാള്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് എപ്പോഴും സന്തോഷ കഥ ഞാൻ പറയും. നമ്മുടെ ടെക്നോളജി എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ കഥകളെ മാറ്റുന്നത്. ടെക്നോളജി പെട്ടെന്ന് വളരെ വ്യത്യാസമുള്ള ഒരു കാലമാണ്. നമ്മൾ 10-30 കൊല്ലം കൊണ്ട് 1000 ടെക്നോളജി സാങ്കേതികമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. സന്തോഷ് ഒരു കഥ എഴുതി KPSCയുടെ ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ളത്. KPSCയുടെ ചരിത്രം പറയുന്ന ഒരു കഥ, പങ്കെടുത്തവരും കഥാപാത്രം എന്നുള്ള കഥ എഴുതിയിട്ടുണ്ട്. ഈ കഥയിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക സാന്നിധ്യം എന്ന് പറയാവുന്ന സാധനം പേജറാണ്. പേജർ എത്ര പേർക്ക് പരിചയമുണ്ടെന്ന് അറിയില്ല. എനിക്ക് 90കളുടെ അവസാനം പേജർ വരികയും അത്ര വേഗത്തിൽ തന്നെ തിരിച്ചു പോവുകയും ചെയ്തു. കാരണം ഒരു മെസ്സേജ് കൊടുക്കാൻ ആ മെസ്സേജ് വെച്ച് ഫോണിലേക്ക് തിരിച്ചു വിളിക്കാനുള്ള സാഹചര്യം ഈ പേജർ എന്നുള്ള സന്തോഷം. ഈ കഥയിൽ മൊത്തം ഈ പേജറാണ് വരുന്നത്. ഈ പേജർ മെസ്സേജ് വരുന്നു, അതിൽ നിന്ന് എടുക്കുന്നു. അങ്ങനെ KPSCയുടെ, അതായത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കഥ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ സന്തോഷം അത് എഴുതാൻ പറ്റില്ല. KPSCയുടെ ചരിത്രം എഴുതാം, പക്ഷെ ഈ പേജർ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മുടെ ജീവിതം തന്നെ മാറ്റിയെടുക്കുന്നത്. ജീവിതം മാറ്റിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കഥയും മാറും. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ടൂളുകൾ മാറുണ്ടായിരിക്കാം, പക്ഷെ മൊത്തത്തിലുള്ള കഥയിലോ നമ്മുടെ ജീവിതം ഇപ്പൊ ഈ പറയുന്ന മൊബൈൽ ഉപയോഗിക്കുന്ന, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന, ടാബ് ഉപയോഗിക്കുന്ന കുട്ടികളുടെ ജീവിതത്തിലും ഈ പറഞ്ഞ പ്രതിസന്ധികൾ മാറി മാറി വരുന്നുണ്ടാവും. അതിന് ഒരു സമാനതയുണ്ട്, പക്ഷെ അതിന്റെ ഉപകരണങ്ങൾ അത് നിയന്ത്രിക്കുന്ന ചില ഘട്ടങ്ങളും മാറുന്നുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ കഥയിൽ അങ്ങനെ സ്വാഭാവികമായിട്ട് വരുന്നു. പിന്നെ ഒരു ചെറിയൊരു കാര്യം കൂടി, അത് MS മാധവന്റെ ഹിഗിറ്റ് വന്നപ്പോഴാണ് അൻസാരിയുടെ ഈ ലേഖനം വന്നത്. ലേഖനം വളരെ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ സ്വാഗതാർഹമാണ്, വേറെ രീതിയിലൊരു പഠനമാണ്. പക്ഷെ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പേന എടുത്ത് ഒരാളുടെ പേര് എഴുതാൻ വരുമ്പോൾ വളരെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ്. ഇങ്ങനെ ഇന്ന പേര് വന്ന് ഞാൻ ഒരു സംഘപരിവാറായി മാറുമോ, ഇനിയിപ്പോൾ വേറെ രീതിയിൽ മാറുമോ എന്നുള്ള അങ്ങനെയുള്ള ഒരു അദൃശ്യമായിട്ടുള്ള ഒരു സെൻസറിങ്, അദൃശ്യമായിട്ടുള്ള ഒരു കയ്യിലുള്ള ഒരു പിടുത്തം ഈ ലേഖനത്തിൽ വന്ന് വരേണ്ടതല്ല, അങ്ങനെ ഒരു ചർച്ച വരാവുന്നതാണ്. ആരെഴുതുന്നു എന്നതല്ല, എന്താണ് എഴുതുന്നത്, കഥ മുന്നോട്ട് വെക്കുന്ന നിലപാടെന്ത്. ഈ ഒരു വാക്യം
എഴുതിയിരിക്കുന്നത് സന്തോഷ് എച്ചിക്കാനമാണ് ഒറ്റവാതിൽ എന്ന കൃതിയുടെ കുറിപ്പിൽ. സന്തോഷം ഓർമ്മിക്കുന്നുണ്ടോ അറിയില്ല. ഒരു വലിയ നിലപാടാണ്. ഈ കഥയുടെ നിലപാടിനെ കുറിച്ചിട്ട് നമുക്ക് എന്താണ് പറയാനാണ്? കഥയിലെ നിലപാട് എന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അപ്പൊ അത് നിലപാട് എനിക്ക് മനസ്സിലായില്ല. കാരണം വെച്ചാൽ അത് എങ്ങനെ എന്ത് നിലപാടുകളാണെന്നതാണ്. ആ വർത്തമാനകാല ജീവിതത്തെ വളരെ യാതൊരു തരത്തിലുള്ള ഭയവുമില്ലാതെ വർത്തമാനകാല ജീവിതത്തെ നമ്മുടെ രചനയിലൂടെ അടയാളപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള അടയാളപ്പെടുത്തുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആരുടെ കഥയിലാണ്? ഇപ്പൊ സുഭാഷിന്റെ ഇപ്പൊ ലാസ്റ്റ് വന്ന കഥയിൽ ജ്ഞാനസ്നാനം എന്ന് പറയുന്ന കഥയിലാണെങ്കിലും ഈ കാര്യങ്ങൾ തന്നെയാണ് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കാലം ആവശ്യപ്പെടുന്ന എന്താണോ ആ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ കൃത്യമായി കഥയിലൂടെ നമ്മൾ പറയുന്നു എന്നുള്ളതാണ്. ആ എഴുത്തുകാരൻ നിലയിൽ ഒരുപാട് വെല്ലുവിളി അനുഭവിക്കുന്നുണ്ടാവും. കാരണം എഴുത്തുകാരനാവണമെങ്കിൽ ഒരു അത്തരത്തിലുള്ള വെല്ലുവിളി ഏറ്റെടുക്കാൻ വേണ്ടി പറ്റുന്നവൻ എഴുത്തുകാരനായാൽ മതി. അല്ലാതെ അവൻ എന്തിനാണ് എഴുത്തുകാരനാവുന്നത്? വേറെ എന്തും പണിയെടുത്തൂടെ? അപ്പോൾ ആ നിലപാടുകൾ നമ്മൾ കൃത്യമായിട്ട് എടുക്കണം. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയാം സന്തോഷ് ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ എഴുതും. അത് ഞാൻ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാൻ പറയാണ്. എന്താ പറഞ്ഞാൽ ഈ മിസാറു എന്ന് പറഞ്ഞ കഥയിൽ ഒരു മുസ്ലിം ആയിട്ടുള്ള വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു മതപരമായിട്ടുള്ള ഒരു വിഭാഗീയതയും ഇല്ലാത്ത വളരെ സത്യസന്ധമായിട്ടുള്ള ഖുറാന്റെ ആശയങ്ങളുമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യസന്ധനായ ഒരു മനുഷ്യനെയാണ് കുറെ ആൾക്കാർ വന്നിട്ട്, ഹിന്ദുക്കളായ ആൾക്കാർ വന്നിട്ട് വെട്ടിക്കൊല്ലുന്നത് അല്ലേ? ആ വെട്ടിക്കൊല്ലുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കഥയാണ് മിസാറു എന്നതിന്റെ കഥ വായിച്ചാൽ മനസ്സിലാവും. ഇത് നേരെ ഓപ്പോസിറ്റ് ആയാലോ? ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ എഴുതിയാണെങ്കിലോ, അതായത് അവിടെ ഒരു ഹിന്ദുവിനെ ആര് കൊല്ലുന്നു? മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ ആൾക്കാർ കൊല്ലുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരിടാൻ വേണ്ടി പോകുന്ന പ്രശ്നങ്ങൾ അതിഭീകരമായിരിക്കും. ഈ പറയുന്ന ഇവിടുത്തെ സോക്കോൾഡ് എല്ലാ രാഷ്ട്രീയക്കാരും, ഇവിടെ പെടുന്ന എല്ലാ ആൾക്കാരും, എല്ലാ ബുദ്ധിജീവികളും എല്ലാവരും കൂടിയിട്ട് എന്നെ ഇട്ട് പൊരിക്കുന്നുള്ളതാണ്. കാരണം നമ്മൾ തന്നെ നമ്മുടെ മനസ്സിൽ എഡിറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ നിലപാടുകൾ എന്ന് പറയുമ്പോൾ എനിക്കും വളരെയധികം സംശയമുണ്ട്. കാരണം ഞാനും ഭീരുവാണല്ലോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. ഈ ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ഊന്നിക്കൊണ്ടാണ് നമ്മൾ പലപ്പോഴും, അത് വേണം അല്ലാന്ന് പറയുന്നത്. ആ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ലേ? അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് എത്ര ആൾക്കാർ ഇവിടെ, എത്ര എഴുത്തുകാരിവിടെ ധൈര്യം കാട്ടുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാനടക്കമുള്ള ആൾക്കാർ ധൈര്യം കാട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ എഴുതി കഴിഞ്ഞാൽ അപ്പം തന്നെ പറയും, പണ്ടേ പറഞ്ഞിട്ടില്ല ഇവൻ ബിരിയാണി എഴുതിയാണ്, ആ ബിരിയാണി എഴുതുന്ന സമയത്ത് തന്നെ ഇവൻ ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോ അങ്ങനെയുള്ള ഒരു സംഭവത്തിലേക്ക് ആ കാര്യങ്ങൾ വരും. ഒരു ചോദ്യം ഞാൻ ഇതിനോട്, ഈ മിസാറു എന്നുള്ള കഥ ഞാൻ ഇപ്പോൾ 2 ദിവസം മുമ്പ് വായിച്ചിട്ട്, അപ്പോൾ അതിന് ശേഷം ഞാൻ തിരിച്ച് വീണ്ടും ഒന്നുകൂടി വായിച്ചു ഇത് എവിടെയാണ് നടക്കണേ എന്നുള്ളത്. അപ്പോൾ മട്ടാഞ്ചേരി എന്ന് കൃത്യമായിട്ട് പറയട്ടെ. അപ്പോൾ എനിക്ക് ഇതൊരു സെറ്റിംഗ് കൃത്യമാണോ? ഇതിപ്പോൾ ഒരു ഉത്തരേന്ത്യയിലാണെങ്കിൽ നമുക്കത്, ഞാൻ പറഞ്ഞ കഥയുടെ ഭംഗിയല്ല, കഥ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ ഉത്തരേന്ത്യയിലുള്ള ഒരു പൊളിറ്റിക്സ് നമ്മുടെ കേരളത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാനുള്ള ഒരു താല്പര്യം, ഉത്തരേന്ത്യൻ പൊളിറ്റിക്സ് ഒന്നും അല്ലാതെ ഇവിടെ ആൾക്കാരുടെ കൈവെട്ടിയത് ഇവിടെയല്ലേ? ഒരു മനുഷ്യന്റെ കൈവെട്ടിയത് ഇവിടുന്ന് അടുത്ത കാലത്തല്ലേ ഒരു മനുഷ്യന്റെ കൈവെട്ടിയത്? ഇങ്ങനെ ഒരു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് നടന്നുകൂടാ? ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അത് നടക്കില്ല എന്ന് പറയാൻ പറ്റില്ല. കഥയിൽ നമ്മളത് ഉത്തരേന്ത്യയിൽ നടക്കുന്ന കാര്യമാണ്, സൗത്ത് ഇന്ത്യയിൽ നടക്കുന്ന കാര്യമാണെന്ന് പറയേണ്ട കാര്യമുണ്ടോ? അതിലാണ് ചോദിക്കാൻ അതിന്റെ ഒരു വിഷയം. സന്തോഷ് കുമാർ ഇതുപോലെ ഏതെങ്കിലും കഥയിൽ ഇങ്ങനെ ഒരു വെല്ലുവിളി നേരിട്ടിട്ടുണ്ടായിരുന്നു? അല്ല, അങ്ങനെയല്ല. ഞാനും ഈ പറഞ്ഞ സന്തോഷ് പറഞ്ഞ ഈ വിഷയമുള്ളൊരു കഥ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ സമാഹാരത്തിൽ, ട്രൂ കോപ്പിയിലാണ് അത് എഴുതിയത്. ഊഴം എന്നുള്ള കഥ. അത് പൂനെയിൽ നടക്കുന്നതാണ്. ഏതാണ്ട് ഞാൻ പൂനെയിൽ ജോലി ചെയ്തിരുന്നുകൊണ്ട് അന്ന് എനിക്കറിയാവുന്ന, ഞാൻ അവിടെ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു ലൈബ്രറിയൻ, അയാൾ മാത്രമേ അവിടെ ഈ പറഞ്ഞ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ളൂ. അയാൾ വളരെ ഒരു അധികമൊന്നും പുറത്ത്, നമ്മുടെ ഇവിടുത്തെ പോലെയൊന്നല്ല, കേരളത്തിലെ പോലെയല്ല, അവിടെ വളരെ അക്രമോത്സുകമായിട്ടുള്ള വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്.
അപ്പൊ അവിടെ നിന്നിട്ട് ഈ ഒരു കഥയെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് എത്രമാത്രം അത് ശ്രദ്ധിക്കപ്പെട്ടു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിൽ എനിക്ക് തോന്നിയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഇവിടെ വെച്ചിട്ട് നമ്മളൊരു ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തില് ദേശീയ ഗാനം പാടുന്നു. നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ, ഒരു 10 പേരെ സുഹൃത്തുക്കളുള്ളൂ, പോട്ടെ വെള്ളടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇരിക്കുക. ദേശീയ ഗാനം പാടുമ്പോൾ വെള്ളടിക്കുന്ന സുഹൃത്തുക്കളുടെ ഇടയിൽ ഇതിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊന്നുകെ ഇതിനെ അപമാനിക്കാനായിരിക്കും. പക്ഷെ ഒരു സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഒരു കാലത്തില് ഒരേ ഒരു ന്യൂനപക്ഷക്കാരൻ അവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ദേശീയ ഗാനം പാടുമ്പോൾ ഇയാളുടെ പ്രതികരണം എന്താണ്, എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടോ എന്ന് മാത്രമല്ല, പ്രതികരണം എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഒരു ത്വര അവിടെ കൂടിയിട്ടുള്ള പലർക്കും ഉണ്ടാവും എന്നുള്ള ആ തോന്നലിൽ നിന്ന് ഞാൻ അങ്ങനെ ഒരു കഥ എഴുതിയിട്ടുള്ളത്. കാരണം ഇയാളെന്താണ്, ഇയാളുടെ റിയാക്ഷൻ എന്തായിരിക്കും. അപ്പൊ ഒരു അധിക ബാധ്യത ഒരു ന്യൂനപക്ഷത്തുള്ള അല്ലെങ്കിൽ വളരെ പാവപ്പെട്ട ഒരു മുസ്ലിമിന്റെ ചുമതലയിലുണ്ട്. ഇപ്പോ ഇപ്പൊ ഇംഗ്ലണ്ടില് കലാപങ്ങൾ നടക്കുന്നു, അതിനെപ്പറ്റി ഇയാൾ എന്ത് പറയുന്നു? ഇവിടെ ഏതെങ്കിലും ഒരു ഹിന്ദു വർഗീയവാദി ഒരു വലിയ തീവെപ്പ് നടത്തുകയോ കൊല നടത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ആരുടെയും ഉത്തരവാദിത്തമല്ല. നമ്മൾ അതിനെപ്പറ്റി ബോധർ ചെയ്യുന്നില്ല, നമ്മൾ പറയാൻ ബാധ്യസ്ഥരല്ല. അതവിടെ നടക്കും, നമ്മൾ അതിനെ അനുകൂലിക്കുക പ്രതികൂലിക്കുക, നമ്മുടെ വിഷയമല്ല. അതേസമയം ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു കഴിയുമ്പോൾ അതിനെ എതിർക്കുകയും അതിനെതിരെ വിമർശിക്കാനുള്ള ഒരു അധിക ഭാരം ഈ ന്യൂനപക്ഷത്തിനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ സ്വന്തം ദേശീയതയോടുള്ള കൂറ് ഉയർത്തിപ്പിടിക്കാനായിട്ട് അയാൾ എഴുന്നേൽക്കുകയും പാടുകയും ചെയ്യേണ്ടി വരുന്ന ഒരു കഥയാണ് ഞാൻ അതില് ഉണ്ട്. അങ്ങനെ ചില സന്ദർഭങ്ങളുണ്ട്. പക്ഷെ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള വളരെ ഈ നിലവിളിക്കുന്ന സ്ട്രൈഡന്റ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ളൊരു നിലവിളിക്കുന്ന തരത്തിലുള്ളൊരു രാഷ്ട്രീയം എഴുതാൻ എനിക്കൊരു ഇഷ്ടക്കുറവുണ്ട്. അത് ഞാൻ അങ്ങനെ പൊതുവേ അപൂർവമുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഞാനതിപ്പോൾ ഈ തങ്കച്ചൻ മഞ്ഞക്കാരെന്ന് പറഞ്ഞൊരു സാധനം എഴുതും. പലർക്കും അത് ഇഷ്ടപ്പെട്ടാണ്. പക്ഷെ പലപ്പോഴും ഞാൻ തിരിച്ചു കഴിയുമ്പോൾ അത്ര ഇഷ്ടപ്പെടാത്തൊരു വർക്കാണ് എന്നെ സംബന്ധിച്ച്. ഇപ്പോൾ അത് സിനിമയായിരുന്നു, ആളുകൾ കുറെ പേര് കൈയടിച്ചു എന്നൊക്കെ പറഞ്ഞ വേറെ വിഷയമാണ്. പക്ഷെ അങ്ങനെയുള്ളൊരു വിയോജിപ്പ് എനിക്ക് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. പിന്നെ നമുക്ക് ഭൂതകാലം കറക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതങ്ങനെ നിൽക്കണം എന്നുള്ളത്. ഇപ്പൊ ജീവചരിത്രത്തെ തൊട്ടുകൊണ്ട് കഥ എഴുതുന്ന ഒരു സമ്പ്രദായം മലയാളത്തില് വളരെ സജീവമായി നിൽക്കുന്ന എസ് ഹരീഷിൻ്റെ KP അപ്പൻ, ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവിൻ്റെ KP ഉമ്മർ പോലുള്ള കഥകൾ, ഇങ്ങനെ ജീവചരിത്രത്തെ ആസ്പദമാക്കി കഥ എഴുതുമ്പോൾ ഈ കഥയെ നമ്മൾ എങ്ങനെയാണ് രൂപപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഈ ഇത്തരം കഥകളെ എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത്, ഇതേ സംബന്ധിച്ച് യക്ഷിഗാനത്തിന് എന്താണ് പറയാൻ? എന്താണ്, എനിക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് കിട്ടുന്നില്ല. ജീവചരിത്രം എനിക്ക് അതിനെ കുറിച്ചിട്ട് അറിയില്ല. എങ്ങനെയാണത് ചെയ്യേണ്ടത് അറിയില്ല. ഞാൻ അങ്ങനത്തെ സാധനം എഴുതിയിട്ടില്ല. ഈ രണ്ട് കഥകളും വളരെ നല്ല കഥകളാണ്, വളരെ പ്രധാനപ്പെട്ട കഥകളാണ്. ഈ രണ്ട് കഥകളിലും അവര് ഈ KP ഉമ്മർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, അല്ലെങ്കിൽ KP അപ്പൻ, രണ്ടുപേരും KP ആണ്, അത് ആകസ്മികമായിട്ട് വന്നത്. ഈ രണ്ടുപേരും വന്നിട്ടുള്ള ഈ കഥകളുടെ അവരുടെ പേരുപയോഗിക്കുക, അവർ പ്രതിനിധാനം ചെയ്യുന്ന ചില കാര്യങ്ങൾ എടുത്തു പറയുകയും ചെയ്തുള്ളൂ. പക്ഷെ കഥ വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥയാണ്. KP അപ്പൻ എന്നുള്ള കഥയിൽ ഹരീഷ് ഉദ്ദേശിച്ചിരുന്നത് സത്യൻ എന്ന വലിയ നടൻ, അദ്ദേഹം സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ മർദ്ദനേറ്റും ഒരുപാട് പേർക്ക് പരിക്കുപറ്റും, കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഒരുപാട് കഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ 3 മക്കൾക്കും വളരെ ദുഃഖകരമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് പിൽക്കാലത്ത് അങ്ങനെ പറയുന്ന ഒരു സങ്കടകരമായിട്ടൊരു കഥയാണ് ഹരീഷ് എഴുതിയത്. പക്ഷെ നമ്മൾ KP അപ്പൻ എന്ന് കേൾക്കുമ്പോൾ വളരെ ആക്രമോത്സുകമായിട്ടുള്ള നിരൂപണത്തിന്റെയും ഒരു മറ്റേ ആധുനികതയുടെ ഒരു വലിയ തലതൊട്ടപ്പൻ എന്നുള്ള പേരാണ് അതിന്റെ പ്രത്യേകത. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിൽ എന്തോ വ്യത്യാസം ഉണ്ടെന്നൊക്കെ എന്നോട് പിന്നീട് ഹരീഷ് പറഞ്ഞിരുന്നു. ആ പേര് ഇങ്ങനെ ഉപയോഗിച്ചാണ്, ആ പേര് കൊണ്ട് അദ്ദേഹം വലിയൊരു അധികാര കേന്ദ്രമായി മാറി എന്നുള്ളൊരു സൂചന അതിൽ കൊടുക്കുന്നുണ്ട്. ഈ KP ഉമ്മർ എന്നുള്ള കഥയിൽ KP ഉമ്മറിനെ പോലെ വളരെ സൗമ്യനായിട്ടുള്ളൊരു നടൻ. അപ്പോൾ പക്ഷെ ഈ ലോകത്തുണ്ടാകുന്ന എല്ലാ സംഭവങ്ങൾക്കും ഉമ്മറാണ് പ്രശ്നം എന്ന് പറയുന്ന ഒരു തരത്തിലുള്ളൊരു വളരെ വ്യത്യാസമുള്ളൊരു കഥയാണ്. അത് സത്യം പറയുകയാണെങ്കിൽ വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ന്യൂനപക്ഷങ്ങളെയൊക്കെ വളരെ അഭിമുഖീകരിക്കുന്ന, അവരുടെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു കഥയായിട്ട് തോന്നുന്നു. അതൊരു മെറ്റഫർ പോലെയൊക്കെ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ.
അത് അവരുടെ ജീവചരിത്രമോ അങ്ങനെയൊന്നല്ല, അത് അന്നത്തെ ഒരു സമകാലിക അവസ്ഥകളെ നേരിടാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ചില കഥകളാണ്. അങ്ങനെ ജീവചരിത്രമായിട്ട് ബന്ധപ്പെട്ട പല കഥകളും ഇതിൽ പറയാറുണ്ട്. ഇപ്പം ഈ അത് ചിലപ്പോൾ ഒരു സന്ദർഭമാവും. ഞാൻ പെട്ടെന്ന് ആലോചിക്കുന്ന ഒരു കഥ ഈ ചെക്കോവിൻ്റെ അവസാന കാലം, ഈ അവസാന കാലത്ത് മലയാളത്തിൽ തർജ്ജമ വന്നിട്ടുള്ളതാണ്. അവസാനത്തെ ദിവസം പ്രതികരിക്കുന്ന ഒരു കഥ റൈമണ്ട് കാർവർ എഴുതിയിട്ടുണ്ട്. റെന്റ് എന്നാണ് അതിൻ്റെ പേര്. ഗംഭീരമായിട്ടൊരു കഥയാണ്, മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. ദൂത് എന്ന പേരിലാണ് വന്നിട്ടുള്ളത്. മുഴുവൻ അങ്ങനെ പറഞ്ഞുകൂടാ, അപ്പോൾ പദത്തിന് അത് കൃത്യമാണോ എന്നുള്ളത്. എങ്കിൽ പോലും അങ്ങനെ ചില സന്ദർഭങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ വേറെ രാഷ്ട്രീയമൊന്നുമല്ല, അങ്ങനെ നമുക്ക് ഏതും ഉപയോഗിക്കാമല്ലോ. നോവല് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നുണ്ടല്ലോ. ബയോഗ്രഫി എടുക്കുന്നു, നമുക്ക് ആവശ്യമുള്ള കുമാരനാശൻ്റെ ജീവിതം വെച്ചിട്ട് നോവൽ എഴുതുന്നു, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ വെച്ച് കെ സുരേന്ദ്രൻ നോവൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ പല ആളുകളും ഇനിയുള്ള കാലത്തും നോവലിന് അതിൽ സാധ്യത കൂടുതലാണ്. ഈ നോവൽ കുറേ കൂടി വലിയൊരു ആഖ്യാനായതുകൊണ്ട് കഥയിൽ അത്തരം ഒരു ചെറിയൊരു സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പോൾ ചെയ്യാനായിട്ട് പറ്റും എന്ന് തോന്നുന്നു. അതെനിക്ക് കുഞ്ഞുങ്ങൾ അതിന് മുഴുവൻ ഉദ്ദേശിക്കുന്നതിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും മലയാള ചെറുകഥ വലിയ മാറ്റത്തിലേക്ക് പ്രവേശിക്കുന്നൊരു കാലത്താണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ അമലിൻ്റെയും ഷീൻലാലിൻ്റെയും വിനോയ് തോമസിൻ്റെയും ഒക്കെ കഥകൾ വലിയ വലിയ മേഖലകളിലേക്ക് കഥയെ ഷെൽവിയുടെ കഥ ഇങ്ങനെ വലിയ മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന കഥയെ സംബന്ധിച്ച് നമ്മളെ അതിൻ്റെ വ്യത്യസ്ത ധാരകളെ കുറിച്ചിട്ട് കുറഞ്ഞ സമയമാണെങ്കിലും സംസാരിച്ചു കഴിഞ്ഞു. ഈ ഒരു വിഷയത്തിൽ നമ്മുടെ സദസ്സിന് ഈ ഒരു കാര്യത്തിൽ അവരുടെ സംശയത്തെ അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണത്തെ, കാഴ്ചപ്പാടിനെ ഈ രണ്ട് എഴുത്തുകാരുമായിട്ട് പങ്കുവെക്കാനുള്ള ഒരു സമയമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. Actually, we had some collections translated into English, but probably novels have come. Some of the short stories have come into English also. We will try. You need the title of the stories or English translations. We'll try. Biryani English വന്നിട്ടുണ്ട്. Who translated? ആരാ? ബുക്ക് വന്നിട്ട് single story. No, some of the stories have appeared in English but not anthologized. Maybe in collection form very few books have come. Some of the books have come, but in novels you have plenty of books. At least 21st century we have so many novels in English translated, but the stories, they don't have many takers in English. Short stories, some get translated, but the print runs are very few, so we don't get. സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ പല കഥകളും വായിച്ചിട്ടുണ്ട്. കോമാല, പന്തിഭോജനം, ബിരിയാണി, പിന്നെ ശബരിമലയിൽ പോയിട്ട് ശരണമയ്യപ്പ എന്ന് പറയുന്നുണ്ടല്ലോ, ആ ടവർ നോക്കിയിട്ട്, അങ്ങനെയുള്ള കഥകളൊക്കെ വായിച്ചിട്ടുണ്ട്. വളരെ ഇഷ്ടപ്പെട്ട കഥകളാണ്. പക്ഷേ ഈ പന്തിഭോജനം അത് ഒരു വളരെ സമകാലികമായിട്ട് ഒരു ദളിത ഓഫീസറെ പന്തിഭോജനം ഒരു സാംസ്കാരിക അല്ലെങ്കിൽ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിന് വേണ്ടി ഉള്ള വലിയൊരു മുദ്രാവാക്യമായിരുന്നല്ലോ. അതിന് നേരെ മറിച്ചിട്ട് കാണുന്ന ഒരവസ്ഥയാണ് ആ നോവലിൽ അല്ല ചെറുകഥയിൽ പ്രതിപാദിപ്പിക്കുന്നത്. ബിരിയാണിയും അതുപോലെ തന്നെ വളരെ കാലികമായിട്ടുള്ള പ്രസക്തിയുള്ള നല്ലൊരു ചെറുകഥയാണത്. വളരെ മനസ്സിൽ തട്ടുന്ന വിഷയങ്ങളാണ് അതെല്ലാം തന്നെ. എനിക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കൾ പറഞ്ഞു വന്ന ചില കാര്യങ്ങളിൽ ഇപ്പോൾ ഇന്ന് എഴുത്തുകാരന് സ്വതന്ത്രമായിട്ട് രചന നടത്താനുള്ള അവസ്ഥ ഇല്ല എന്നുള്ള ഒരു സൂചന താങ്കളുടെ പറച്ചിൽ നിന്ന് എനിക്ക് ഉരുത്തിരിച്ചെടുക്കുവാൻ സാധിക്കുകയുണ്ടായി. അതിൻ്റെ അക്കാര്യത്തിലാണ് എൻ്റെ ചോദ്യം. അതുകൂടാതെ തന്നെ ഞാൻ വായിച്ച ഒരു ചെറുകഥയാണ്, ഞാൻ വായിച്ച പല ചെറുകഥകളിലും നല്ല മെച്ചപ്പെട്ട ഒരു ചെറുകഥ ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. സുഭാഷ് ചന്ദ്രൻ്റെ, അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് എഴുതിയ മത്സരത്തിൽ പങ്കെടുത്ത് എഴുതിയൊരു ചെറുകഥയാണ്. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്നാണ് ആ ചെറുകഥയുടെ പേര്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? എനിക്ക് അത് വളരെ കാലികമായിട്ടുള്ള പ്രസക്തി ഇല്ല എന്നുള്ളതാണ് ഇന്ന് യുവാക്കൾക്ക് ഇടയിലുള്ള
ഇല്ലാത്ത ഒരവസ്ഥ നിലനിന്നിരുന്നൊരു കാലത്തും തൊഴിൽ അന്വേഷകരെ കുറിച്ചുള്ളൊരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയുള്ളത്. ഘടികാരങ്ങൾ നിലയ്ക്കുന്ന നേരം. സുഭാഷ് ചന്ദ്രൻ്റെ ശബ്ദം കേൾക്കാനില്ല. അദ്ദേഹത്തിന് അല്ല, ഇവിടെ പല ചെറുകഥകളെ കുറിച്ചും ചർച്ച ചെയ്ത കൂട്ടത്തിൽ ഞാൻ പറയായിരുന്നു. ചോദിക്കാൻ പാടില്ലായിക്കൊന്നുമില്ലല്ലോ. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മറുപടി പറഞ്ഞാൽ മതി. ഒരു ചോദ്യത്തിന് മറുപടി ഞാൻ പറയാം സാർ. ഒരു ചോദ്യത്തിന് മറുപടി പറയാം. കാരണം സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ സത്യസന്ധമായിട്ട് ഒരു കഥ എഴുതുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. കാരണം ഈ പറയുന്ന പോലെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഇതിപ്പോൾ പല നമ്മുടെ നാട്ടിലൊക്കെ നടന്ന ഫെസ്റ്റിവലിലൊക്കെ ഇഷ്ടം പോലെ നമ്മൾ വന്ന് ചർച്ച ചെയ്ത കാര്യമാണ്. ഇപ്പോൾ പള്ളിവാളും കാൽച്ചിലമ്പും പോലുള്ള ഒരു കഥയൊന്നും ഈ ഒരു കാലഘട്ടത്തിൽ ഇനി എഴുതാൻ വേണ്ടി പറ്റില്ല. ആ വാഴവെട്ട് എന്ന് പറയുന്ന മറ്റേ പൊൻകുന്നം വർക്കിയുടെ കഥയും അന്തോണീനി അച്ഛനായോട എന്ന് പറയുന്ന കഥയും അതുപോലെ തന്നെ പിന്നെ NN പിള്ളയുടെ എന്താണ് ജോണി വാക്കർ അല്ലേ, ജോണി വാക്കർ എന്ന് പറയുന്ന നാടകമൊന്നും ഇനി നമുക്ക് എഴുതാൻ വേണ്ടി പറ്റില്ല. അത്രയും കൃത്യമായിട്ടുള്ള ഒരു നിലപാടുകളോട് കൂടിയിട്ട് കഥ എഴുതാൻ വേണ്ടി പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെ അല്ല നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസ് ഭീകരമായിരിക്കും. അപ്പോൾ ആ കോൺസിക്വൻസസ് ഭയന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ എഴുത്തുകാരൻ അതിൽ നിന്ന് പിന്മാറി. പിന്നെ പക്ഷേ ഇപ്പൊ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, വളരെ തന്ത്രപരമായിട്ട് നമുക്ക് ഈ പ്രശ്നങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമ്മളിപ്പോൾ മീശ എന്ന് പറയുന്ന ഒരു നോവലിനെ കുറിച്ചിട്ട് വലിയ വിവാദങ്ങൾ ഇവിടെ ഉണ്ടായി. ആ മീശ എന്ന് പറയുന്ന നോവലില് ആ എഴുത്തുകാരൻ അതിൽ ആ തന്ത്രം പ്രയോഗിച്ചില്ല. അയാൾ ആത്മാർത്ഥമായിട്ട് അത് എഴുതി എന്നുള്ളതാണ്. അയാൾക്ക് മനസ്സിൽ തോന്നിയ ഒരു സംഭവം അദ്ദേഹം എഴുതി. എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൽ പോകുന്ന എല്ലാ ആൾക്കാരും എല്ലാ സ്ത്രീകളും പിഴച്ച ആൾക്കാരാണെന്ന് പറയുന്ന സമയത്ത് മറ്റേ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ ചിരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ എല്ലാവരും അങ്ങനെയല്ല എന്ന് മറ്റേ കഥാപാത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ കോമ്പൻസേറ്റ് ചെയ്ത് പോവായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുകയും ചെയ്യണം. പക്ഷേ അതിനെ വിമർശനാത്മകമായിട്ട് വിമർശനാത്മകമായിട്ട് ഇപ്പോൾ ഒരു മതത്തിന്റെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരോ അതുപോലെ തന്നെ ഒരു ജാതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആൾക്കാരോ അതിനെ വിമർശനാത്മകമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് എഴുത്തുകാരന് നേരെ തിരിയാനുള്ളൊരു സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എഴുതുന്ന സമയത്ത് തന്നെ പ്രിക്കോഷൻ എടുക്കണം, എഴുത്തുകാരൻ പ്രിക്കോഷൻ എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള തന്ത്രമായിട്ട് എഴുതണം. ഇപ്പോൾ ഇറാനിലൊക്കെയുള്ള ഈ സിനിമകൾ വരുന്നത് കുട്ടികളെ വെച്ചിട്ടാണ് സിനിമകൾ എടുക്കുന്നത്. കൃത്യമായിട്ട് പൊളിറ്റിക്സ് അതിൽ പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഭരണകൂടത്തിന് ഈ പറയുന്ന ഈ സംവിധായകന്മാരെ അറസ്റ്റ് ചെയ്യാനോ അതുപോലെ തന്നെ വിചാരണ ചെയ്യാനോ പറ്റുന്ന സാഹചര്യം അതിൽ ഉണ്ടാവുകയും ചെയ്യുന്നില്ല. അപ്പൊ അത്തരത്തിൽ തന്ത്രപരമായിട്ട് അത് ചെയ്യണം എന്നുള്ളതാണ്. അതിപ്പോ ഞാൻ എൻ്റെ പല കഥകളിലും അത് കൃത്യമായിട്ട് കുറെ കഥകളിൽ ഞാനത് കൃത്യമായിട്ടും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഒരിക്കലും ഭരണകൂടത്തിനോ ഈ പറയുന്ന പോലെ മത ജാതി വിഭാഗങ്ങൾക്കോ നമ്മളെ പിടിക്കാൻ വേണ്ടി പറ്റാത്ത രീതിയിൽ വഴുതി മാറാനുള്ള ഒരു സാഹചര്യം എഴുതുന്ന സമയത്ത് തന്നെ എഴുത്തുകാരൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു തന്ത്രവും കൂടി എഴുത്തുകാരൻ ഉണ്ടാക്കേണ്ട ബാധ്യത എഴുത്തുകാരനുണ്ട്. അങ്ങനെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും, ഉറപ്പായിട്ടും എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. പക്ഷെ സാറ് പറഞ്ഞ പോലെ 100% ശരിയാണ്. പണ്ടത്തെ പോലെ ഉള്ള ഒരു എഴുത്ത്, സ്വതന്ത്രമായിട്ടുള്ള എഴുത്ത് ഇനി സാധ്യമാവൂ എന്നുള്ള കാര്യം വളരെയധികം സംശയമാണ്. അതിന്റെ കോൺസിക്വൻസ് നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഏതായാലും ഏത് വിഷയം തിരഞ്ഞെടുക്കാം, പക്ഷേ എഴുതുമ്പോൾ അതിൻ്റെ തന്ത്രം സ്വീകരിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് മലയാള കഥയിലെ പുതിയ പ്രവണതകളെക്കുറിച്ചുള്ള ഈ ചർച്ച അവസാനിക്കുന്നത്. എല്ലാവർക്കും നന്ദി. ರೀಸೆಂಟ್ ಟ್ರೆಂಡ್ಸ್ ಇನ್ ಶಾರ್ಟ್ ಸ್ಟೋರೀಸ್, ಚೆರು ಕಥೆಗಳಲ್ಲಿ ಪುದಿಯ ಪ್ರವೃತ್ತಿಗಳು ಇದೀಗ ತಾನೇ ಮುಕ್ತಾಯಗೊಂಡಿದೆ. ಇದರಲ್ಲಿ ಭಾಗವಹಿಸಿದವರು Mr. Kunni Kannan Vanimel, Mr. E. Santosh Kumar and Mr. Santosh H. Kannan. ಇವರೆಲ್ಲರಿಗೂ ಈ ವೇದಿಕೆಯ ಪರವಾಗಿ ಹೃದಯಪೂರ್ವಕ ಧನ್ಯವಾದಗಳನ್ನು ಅರ್ಪಿಸ್ತೇವೆ. ಧನ್ಯವಾದಗಳು ಸರ್. ಈ ಸೆಷನ್ನ ಪಾರ್ಟ್ನರ್ ಭವಾನಿ ಇಂಡಸ್ಟ್ರೀಸ್ ಅವರಿಗೆ ಮತ್ತೊಮ್ಮೆ ಈ ವೇದಿಕೆಯ ಪರವಾಗಿ ಭವಾನಿ ಇಂಡಸ್ಟ್ರೀಸ್ ಅವರಿಗೆ ನಾವು ಧನ್ಯವಾದಗಳನ್ನು ಅರ್ಪಿಸ್ತೀವಿ. ಥ್ಯಾಂಕ್ ಯು ಸರ್. Thanking our partners for the day. Platinum partner Ramaya University, University of Applied Science.
Golden Partner, Elsita, Elshia and Karnataka Tourism. Silver Partner, Pali Institute, Kalburgi, Prarthana World School. Associate Partners, MG Motor, Sapna, Salt, Sheshadripuram Educational Trust, Kaveri Hospital, Selco, Siri, Kaveri Emporium, Asharana, Alvas, Andolana, Ankita Pustaka, Bhavani, Blossoms, Harivu Books, Kambada Kone, Polestar, Shraddhas, Tallurs, Tescom, Vidyarthi Bhavana and She SR. Thank you.